sit here and chop vegetables. Vegetables and Yeah. So I have to stand up. how to not make coconuts. I mean onion chutney is to Italy. Oh, it's too okay. We came Where are you from? Kochi, Kochi. Cochin? Yes. Oh, okay. Do you want some tea or coffee? റെഡിയായി ഇനി വരിക്കാശ്ശേരി മനയിലേക്ക് പോവുകയാണ്. ഹലോ, ഹായ്. ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. കുറേ നാളായിട്ട് ഭയങ്കര ആഗ്രഹം ഉള്ളൊരു സ്ഥലമാണ് കൽപ്പാത്തി അല്ലേ, കൽപ്പാത്തി അഗ്രഹാരം. അതെന്താ അറിയോ, ഞാൻ ചെറുപ്പത്തിൽ ഒരു അഗ്രഹാരത്തിലാണ് വളർന്നത്, ട്രിവാൻഡ്രത്ത്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുമായിരുന്നു അഗ്രഹാരത്തിൻ്റെ ആ ഒരു രാവിലത്തെ ആ ഒരു വൈബും പോസിറ്റിവിറ്റിയും ഒക്കെ എപ്പോഴും ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. അപ്പോൾ ശ്രേയ എപ്പോഴും ചോദിക്കുമായിരുന്നു, ശ്രേയയും ശ്രദ്ധയും എപ്പോഴും ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് അവിടെ ഒന്നും നമുക്ക് പോയി നോക്കിയാലോ എന്ന്. അങ്ങനെ തിരുവനന്തപുരത്ത് 1-2 തവണ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് അഗ്രഹാരത്തിൽ. അപ്പോൾ കൽപ്പാത്തിയും ഒന്ന് പോകണമെന്ന് ഒരു ചെറിയൊരു ആഗ്രഹം തോന്നി. ശ്രേയയും പറഞ്ഞു ഒന്ന് പോയി വരാമെന്ന്. അപ്പം ഞങ്ങൾ കുറച്ച് എന്തായാലും യാത്ര പോകുമ്പം നിങ്ങൾക്കറിയാമല്ലോ പാട്ട് എന്തായാലും ഷൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ പാലക്കാട് പോകുന്ന വഴിയിലുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങളും പോകണമെന്നുണ്ട്. നമുക്ക് വരിക്കാശ്ശേരി മനയിലൊക്കെ ഒന്ന് പോയാലോ? അടുത്ത് തന്നെയാണല്ലോ. അതെ, വരിക്കാശ്ശേരി മനയിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമല്ലേ അല്ലേ? എത്രയോ നല്ല ഹിറ്റ് സിനിമകൾ ഓർമ്മയുണ്ടോ? ഏതൊക്കെ സിനിമയാണ്? നമുക്ക് മോഹൻലാലിന് തന്നെ 6-ാം തമ്പുരാൻ, ദേവാസുരം, പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ആനയൊക്കെ ഉണ്ടായിട്ട്. എനിക്ക് ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട്. നരസിംഹം അല്ലേ, അതൊക്കെ അവിടെ തന്നെയല്ലേ ഒരുപാട്. അങ്ങനെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് വരിക്കാശ്ശേരി മന. അവിടെയും പോകണമെന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് കൽപ്പാത്തി, പിന്നെ പാലക്കാട് അടുത്ത് ഉള്ള കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. അതോടൊപ്പം പാട്ട് ഷൂട്ട് ചെയ്യാം. നോക്കാം എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന്. ഇപ്പം നമ്മൾ എവിടെ എത്തിയത്? ഈ സ്ഥലം ഏതാ? നമ്മളിപ്പോ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്ന വഴിക്കാണ് എത്താറായത്. ലെഫ്റ്റിലേക്ക് ഡൈവേർഷൻ ഉണ്ട്. ഇവിടെ ഒരു വൈഡക്റ്റ് ഇല്ലേ, അവിടെയാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇവിടെ വരുമ്പം ഒന്ന് നിർത്തി വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെന്ന്. ഇന്നാണ് അത് സാധിച്ചത്. ഇവിടെ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. ചായ കുടിക്കണമല്ലോ അല്ലേ, ചായയുടെ ആളാണ്. നമുക്ക് ചായയൊക്കെ കുടിക്കാം. ഇതാ ഇവിടെ എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, ഇവിടെ വരുമ്പോൾ ഒന്ന് നിർത്തിയിട്ടൊരു വീഡിയോ എന്തെങ്കിലും എടുക്കണം എന്ന്. ചായക്കട ഉണ്ട്, ചായ കുടിക്കാൻ. പുറകെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നല്ല ഉറക്കമാണ്. രാവിലെ ഇറങ്ങിയതാണ്, അപ്പം അവൾ കിടന്ന് ഉറങ്ങുകയാണ് അവിടെ. ശ്രേയക്ക് ചായ വേണോ? വേണ്ട. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലേ, കംപ്ലീറ്റ് മഞ്ഞാണല്ലോ അല്ലേ, കോടയല്ലേ ഇത്? കുതിരാൻ വഴി പോയാൽ പിന്നെ ഈ ടണല് എപ്പോൾ ഇതിലെ വരുമ്പോഴും ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. മഴയുണ്ട്, നല്ല മഴയാണ്. എന്താ അല്ലേ പച്ചപ്പ്, നല്ല ഗ്രീനറി അല്ലേ? നല്ല ഗ്രീനറി, കൊള്ളാം, നല്ല സ്ഥലം. ഗവൺമെന്റിന്റെ റിസർവ് ഫോറസ്റ്റ് ആണോ? റബ്ബറാണോ? അല്ലല്ലോ, കംപ്ലീറ്റ് ടീക്ക് വുഡ് ആണ്. ടീക്ക് വുഡ് ആണോ? ഏത് സ്ഥലമാണ്? അവിടെ എന്തായിരുന്നു ബോർഡ്? പഴയന്നൂരോ അങ്ങനല്ലേ ബോർഡ്? പോകുന്ന വഴിയാണ്. ആഹാ, നല്ല സ്ഥലമല്ലേ. എത്ര നേരമായില്ലേ കാട്? ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണല്ലേ. നമ്മൾ എവിടെ പോണേ ശരിക്കും? പാലക്കാടേക്ക് തന്നെയാണോ? ചേലക്കര. മനുഷ്യവാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. വണ്ടികളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് ഇങ്ങോട്ട്. അവസാനം നമ്മൾ എവിടെ എത്തുവോ? ഒരു കാർ മുമ്പിൽ പോണ്ട്. ഇവിടൊക്കെ റേഞ്ച് ഉണ്ടാവുമോ? വിളിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നെറ്റൊക്കെ ഉണ്ടാവോ ഇവിടെ? ആവോ. നല്ല സ്ഥലം നോക്കിയാത് റെയിൽവേ ഗേറ്റ് ഉണ്ടോ? അറിയില്ല. ഇത്
തിരുവല്ലുവാമല എത്തി അല്ലേ? ആ, തിരുവല്ലാമല ടൗണാണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ടൗൺ ആണല്ലോ അല്ലേ? അതെ. ഞങ്ങൾ ഒറ്റപ്പാലത്ത് ഒരു ഹോം സ്റ്റേയിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെയാണ് ഹോം സ്റ്റേ. സാറിൻ്റെ പേരെന്താ? ശേഖർ. യുവർ നെയിം? Triva. യു ആർ ഫ്രം വിച്ച് പ്ലേസ്? US. US. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഒരു വീടാണ്, ഇവിടെ തന്നെയാണ് ഇവരും താമസിക്കുന്നത്. Got chased by a dog, and ആ, I'm still fearful. Some. I take my big stick with me when I go over across the street, in case I have to. they are friendly, right? Oh yeah, very friendly. They are well trained. Wow. They're nice. Nice people. Hi. She usually has a collar, but we've lost it this morning. Uh-huh. I don't know where. We're gonna have to find it. കോളർ ഉണ്ടോ? കളിക്കുമ്പോ ആ ആ. പിടിച്ചു വലിച്ചിട്ടുണ്ടാവും. ഓ, ഇത് നാലുകെട്ട് പോലത്തെ ഒരു ചെറിയൊരു ഇതല്ല. ആഹാ, നല്ല വീട്. We're gonna go back to this bedroom here. വാവ്. ഇവിടെ നോക്കൂ, വലിയൊരു കണ്ണാടി, ഡൈനിങ് ടേബിള്. I did get cold blankets. Yes. Okay, everything is there, right? Yeah. Okay. Would you like some water for your room? You want me to show you the rest of the house? Yeah. Yes, we will see. We have filtered water. Where are you from? Cochin, Cochin. Cochin? Yes. Oh, okay. Do you want some tea or coffee? Now So we you just now we had. Oh, okay. Thank you. Yeah, just make yourself at home. Okay, thank you so And there's much. 3 glasses. I'll show you our other bedroom in case you ever come back. Don't fall, don't fall, don't fall. Appa. This is the other room. Okay. And it's just a regular bathroom too. So, yeah, we got a older couple coming here later today. Okay. They've been here before. You know, there was an antique shop in Pelican that I bought both of these. Both of them. Yeah. This also, this is a big mirror, right? ഇത് കൊള്ളാം. ഇതിന്റെ മേലിൽ ഇങ്ങനെ ഈ സംഭവം കൊള്ളാം. Yes. നല്ല beautiful house. You constructed this house? Yes. Well, it didn't get finished. It's about 9-10 years old. Okay. Because we were in a rental behind here at his sister's house. Okay. That Oh, kitchen. Oh, in middle of this kitchen, or platform in your work area. Yeah. Breakfast table, right? Yeah. Well, I sit there. I had bananas out here that got too ripe, so there's gnats. Yeah, I sit here and chop vegetables. Vegetables and Yeah. So I have to stand up for that long. Indian cooking is just it's a lot of, it's work intensive. Okay. A lot of times. So. Okay. Whenever guest comes, you serve them breakfast and all. Breakfast is Breakfast is included. Included, Breakfast, right. tea, coffee, okay. fruit. Great. Yeah. Tomorrow it is fish stew and idli and coconut chutney. Wow, nice. And idli and coconut chutney. You know how to Oh, not make coconut. I mean onion chutney, fish stew, idli. Oh, it's too okay. Do you know how to make Kerala food and all? Some. Yes? Some. Okay. Probably not as good as. Avial and all? You know No. avial? Sambar. I know how to make sambar. I Sambar. don't make avial. Sambar is international I Kerala. don't care for avial. Okay. And his brother and his wife live next door, his older brother, so when they make avial, they say. They used to send. Okay. Yeah, no, it's not one of my favorites. I'll Okay. eat it during a wedding or something. Oh, I guess I could show you our room. It's not as clean as the rest, but I can show it to you just in case. Which one? This is our room. And it's kind of messy. It's okay, no problem. Even our house is also like this. ഞങ്ങൾ റെഡിയായി ഇനി വരിക്കാശ്ശേരി മനയിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഇറങ്ങാം. കറക്റ്റ് ഇപ്പോഴും പാടാണോ? ആ
ഇത് വരിക്കാശ്ശേരി മനയിൽ എത്താറായി. പാടം കഴിഞ്ഞു പോയാൽ റൈറ്റ് സൈഡിലാന്ന് തോന്നുന്നു. ഇത് തന്നെയാന്ന് തോന്നുന്നു. അതെ അതാന്ന് തോന്നുന്നു. റൈറ്റ് സൈഡില് ഇത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിവിടെ ഒന്ന് കേറിയത്. അവര് പോട്ടെ, വെയിറ്റ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഫീസ് ഇവിടെ പേയ്മെന്റ് ഉണ്ട്. പാസ് വേണം. ഓണപ്പാട്ടും തിരുവാതിരയും ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലെത്തി. രമേശേട്ടന് ഇഷ്ടമുള്ളൊരു സ്ഥലമാണല്ലേ? തീർച്ചയായിട്ടും. ഇങ്ങോട്ട് പോവാം. നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ഒരു മുറി ഉണ്ടല്ലേ. എല്ലാം ഫോട്ടോഷൂട്ടാ. ഇവിടെ നിന്ന് എടുക്കാം അല്ലേ? അപ്പുറത്തെ അത് വേറെ വീടാ. ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, മായന്നൂർ ബ്രിഡ്ജ്. മഴ പെയ്തിട്ട് വെള്ളമില്ല, കുറവാ വെള്ളം. ഇവരെല്ലാരും നിർത്തി വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും. ഊഷ്മളത എന്ന് പറയും. സെയിം വേ വി ആർ റിട്ടേണിംഗ്. നല്ല സ്ഥലം. വീണ്ടും രണ്ട് സൈഡിലും പാടും അല്ലേ? രണ്ട് സൈഡിലും പാടും. നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് വന്ന വഴിക്ക് വീണ്ടും തിരിച്ചു പോവാണോ രമേശനോ, അതോ ഇത് വേറെ വഴിയാണോ? വല്ല ഐഡിയ ഉണ്ടോ? ഇത് വേറെ വഴി, പക്ഷെ അതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല വഴി. ഇങ്ങോട്ടേക്കൊന്നും സൂര്യപ്രകാശം പോലും അടിക്കില്ല എന്ന് തോന്നുന്നില്ലേ? എന്റെ മേലെന്തോ കടയുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇങ്ങനെ കാടാണെന്ന് വിചാരിക്കും, കാട്ടിക്കൂടി ഇങ്ങനെ പോകും. അപ്പൊ അതിന്റെ നടുക്കൊരു ചെറിയ വീടുണ്ടാവും. വീണ്ടും
1 കിലോമീറ്ററോളം കാട്ടിക്കൂടെ പോകും, പിന്നെ ഒരു വീടുണ്ടാവും. അവിടെ അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് പേടി ഉണ്ടാവില്ലേ? അതറിയില്ല. അവർ തമ്മിലൊക്കെ കണക്ഷൻ ഉണ്ടാവുമായിരിക്കും അല്ലേ? റേഞ്ചൊക്കെ ഉണ്ടാവുമോ ആവും. കണ്ടോ ഇവിടെ ഒരു വീട്, ഇത് കഴിഞ്ഞ് കണ്ടോ ഇത്രയും വിജനമാണേ, ഇത്രയും ഇവിടെ ഒന്നുമില്ല. അകത്തേക്കൊക്കെ വീടുണ്ടാവും. ഉണ്ടാവും, പക്ഷെ എന്നാലും ഡിസ്റ്റൻസ്. നമ്മുടെ ഒക്കെ അവിടെ അടുത്തല്ലേ ഇതാ ഇവിടെ ഒരു വീട്, അത്യാവശ്യം വലിയ വീടൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ എഡിറ്റിംഗ് തുടങ്ങിയോ? ഈ തിരിച്ചു പോവുകയാണ്. വേറെ 1-2 സ്ഥലങ്ങളൊക്കെ ഇവിടെ പോകാനായിട്ട് നോക്കി, പക്ഷെ ഇച്ചിരി ലേറ്റായി. ഇനി ഇരുട്ടുമല്ലേ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ